ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളത് 50ാമത്തെ ക്ലാസ് ആണ്. ഇവിടെ രണ്ട് സംഖ്യകളുടെ അംശബന്ധമാണ് പറയുന്നത്. അംശബന്ധം എന്ന് പറയുന്നത് 3:4 3:4. അവയുടെ ഗുണനഫലം, സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 1728. അങ്ങനെയെങ്കിൽ ആ സംഖ്യകളുടെ വ്യുൽക്രമത്തിന്റെ തുക എന്താണെന്നാണ് ചോദ്യം. അപ്പം വ്യുൽക്രമത്തിന്റെ തുക പറയുന്നതിന് മുമ്പ് നമുക്കിവിടെ 5 എന്ന് പറയുന്നതിന്റെ വ്യുൽക്രമം എന്താണ്? 1/5 ആണ്. അതിന്റെ റെസിപ്രോക്കൽ. അതിൽ 6 എന്ന് പറയുന്നതിന്റെ വ്യുൽക്രമം എന്താണ്? 1/6 ആണ്. അപ്പോൾ ആ സംഖ്യ ഏതാണോ അതിന്റെ വ്യുൽക്രമത്തിന്റെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്കിവിടെ സംഖ്യകളുടെ അംശബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. 3:4. ഒരിക്കലും സംഖ്യകളല്ല, സംഖ്യകൾ 3ഉം 4ഉം അല്ല. ഉദാഹരണത്തിന് 28 അംശബന്ധം 24. അപ്പൊ ഇത് 28 എന്ന് പറയുന്ന സംഖ്യയാണ്, 24 സംഖ്യയാണ്. അതിന്റെ റേഷ്യോ നമ്മൾ കാണുമ്പോൾ അതിന്റെ ഏറ്റവും ചെറിയ ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിയെടുക്കും. അപ്പൊ നോക്കാം, ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര? 14 വരും. ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പോഴത്തെ എത്ര? 12 വരും. ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 7 വരും. ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 6 വരും. അപ്പൊ ഇതിന്റെ ഏറ്റവും ചെറിയ രൂപം ഏതാണ്? 7:6 ആണ്. അപ്പോൾ ഈ രണ്ട് സംഖ്യകളുടെ അംശബന്ധം എന്ന് പറയുന്നത് 7:6 ആണ്. ഒരിക്കലും സംഖ്യകൾ 7ഉം 6ഉം അല്ല. അതുപോലെ ഇവിടെ രണ്ട് സംഖ്യകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് സംഖ്യകളുടെ അംശബന്ധമാണ് 3:4. അതിന്റെ ഗുണനഫലം എന്ന് പറയുന്നത് 1728. അങ്ങനെയെങ്കിൽ അവർ ചോദിക്കുന്നത് ആ സംഖ്യകളുടെ വ്യുൽക്രമത്തിന്റെ, ഉദാഹരണത്തിന് സംഖ്യ x ആണെന്ന് വിചാരിക്കാം, അതിന്റെ വ്യുൽക്രമം എന്താണ്? 1/x. അടുത്ത രണ്ടാം സംഖ്യ y ആണെങ്കിൽ അതിന്റെ വ്യുൽക്രമം എന്താണ്? 1/y. ആ വ്യുൽക്രമത്തിന്റെ തുക 1/x + 1/y = എത്ര? ഇതാണ് ചോദ്യം. ചോദ്യം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനൊന്ന് പറയാം. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:4 ആണ്. അവയുടെ ഗുണനഫലം, ആ സംഖ്യയുടെ ഗുണനഫലം എന്ന് പറയുന്നത് 1728 ആണ്. അങ്ങനെയെങ്കിൽ ആ സംഖ്യകളുടെ വ്യുൽക്രമത്തിന്റെ തുക എന്ന് പറയുന്നത്, സം എന്ന് പറയുന്നത് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ വ്യുൽക്രമത്തിന്റെ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? അംശബന്ധവും ഗുണനഫലവും തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സംഖ്യകൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ സംഖ്യ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ അംശബന്ധം തരുമ്പോൾ ഏതൊരു കണക്കിനകത്ത് നമുക്ക് അംശബന്ധമാണ് തരുന്നതെങ്കിൽ അവിടെ നമ്മൾ അതിനെ 3x, അപ്പൊ അതായത് സംഖ്യകൾ നമ്മളിങ്ങനെ എഴുതാം. സംഖ്യകൾ 3x എന്നും 4x എന്നും വിളിക്കാം. 3x എന്നും 4x. ഇവിടെ x ഉം y ഉം വേണ്ട. y നമ്മൾ ഉപയോഗിക്കുന്നില്ല. y നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ അംശബന്ധത്തെ നമ്മൾ മാറ്റിയെടുക്കാൻ പോവുകയാണ്. ആ അംശബന്ധത്തെ ഈ ഗുണനഫലമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകും. അപ്പം 3x 4x എന്ന് കൊടുക്കുക. അപ്പൊ സംഖ്യകൾ 3x 4x y. അങ്ങനെ ആകുമ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗുണനഫലം, സംഖ്യയുടെ ഗുണനഫലം 3x × 4x = 1728. അപ്പൊ സംഖ്യകളുടെ ഗുണനഫലം 1728 ആണ്. അപ്പൊ നമുക്കിവിടെ സംഖ്യ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കാം. 3 × 4 × x². x × x x². നമ്മൾ കൃത്യങ്ക നിയമത്തിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞ a⁻m × a⁻n = a⁻m + n എന്ന് പറയുന്ന ഒരു കൃത്യങ്ക നിയമമുണ്ട്. അതിനെ നിയോഗിച്ചിട്ടാണ് നമ്മൾ x × x എന്ന് പറയുന്ന x², എന്ന് പറഞ്ഞാൽ x⁻1 × x⁻1 = x⁻1 + 1 = x⁻2. അപ്പോൾ x × x x². അപ്പം 3 × 4 നമുക്കറിയാം. 3 × 4 = 12 ആണ്. അത് പക്ഷേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. 12x² നമ്മളിവിടെ എഴുതുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ക്രിയയുണ്ട്. ആ ക്രിയക്ക് നമുക്ക് അത് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം 3 × 4 × x² = 1728. അപ്പോൾ x² = 1728 ഡിവൈഡഡ് ബൈ 3 × 4.
അപ്പോൾ നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാം. 1728 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് ചെയ്യാം, 2 കൊണ്ട് നമുക്ക് ചെയ്യാം. 1728ന്റെ ലാസ്റ്റ് വന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 8 ആണ്. അതൊരു ഈവൻ നമ്പറാണ്. 4 ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ ആ 2 സംഖ്യ നമ്മൾ ക്യാൻസൽ, 2 കൊണ്ട് നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്താൽ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കം ഈവൻ നമ്പർ ആണെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളിത് പഠിപ്പിച്ച ബേസിക് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ പോലെ ഇവിടെ 8 ആയതുകൊണ്ട് നമുക്ക് ഈ സംഖ്യ 2 കൊണ്ടിരിക്കാം, 4ന് 2 കൊണ്ടിരിക്കാം. അപ്പോൾ നോക്കാം, 2 2 4. അപ്പോൾ ഇവിടെ നമ്മൾ 8 2 16, 1 ബാലൻസ് വരും, 2 2 12 ആവും, 6 2 12, 4 2 8. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം, 1 2 2. ഇവിടെ 2 കൊണ്ട് 4 2 8, ഇവിടെ 3 2 6, 2 2 4. അപ്പോൾ നമുക്കിവിടെ 4 3 2 22 ബൈ 3 കിട്ടും. 4 3 7, 7 2 9. അപ്പോൾ 4 പ്ലസ് 3 പ്ലസ് 2 ഈക്വൽ ടു 9. അപ്പോൾ ഇവിടുത്തെ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്, സം ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 9. അതായത് സംഖ്യകളുടെ തുക 9ന്റെ ഗുണിതമായതുകൊണ്ട് ആ സംഖ്യ നമുക്ക് എത്ര ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ 3 വെട്ടുമ്പോൾ 1 ടൈം. അപ്പോൾ ഇവിടെ 4നകത്ത് ഒരു പ്രാവശ്യം 1 ബാലൻസ് വരും, 13 12 ആവും, 13 വരുമ്പോൾ 4 3 12 വരും, പിന്നെ 1 12, 4 3 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 144 is equal to 144. ഇതാണ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 147 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു, therefore എക്സ് ഈസ് ഈക്വൽ ടു √144 ഈസ് ഈക്വൽ ടു 12. നമുക്കറിയാം 12 ഇൻറ്റു 12 എത്രയാണ്, 144. അപ്പോൾ സ്ക്വയർ റൂട്ട് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 12 കിട്ടി. അപ്പോൾ 147. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളത് കിട്ടുന്നതെന്ന് കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് അവിടെ 144ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പോകുന്ന ഫാക്ടറൈസേഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഫാക്ടറൈസേഷനിലൂടെ നമ്മൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. 144 ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 കൊണ്ട് കിട്ടാം, 7 2 14, 2 2 4. വീണ്ടും 2 കൊണ്ട് 3 2 6, 12, 6 2 12. വീണ്ടും 2 കൊണ്ട് 18 2 36, 2 കൊണ്ട് 9 2 18, 3 കൊണ്ട് 3 9. അപ്പോൾ നോക്കാം, 2 2ന് 1 2, അടുത്ത 2 2ന് 1 2, അടുത്ത 2 3ന് 1 3. അങ്ങനെ മൊത്തം 2 ഇൻറ്റു 2 ഇൻറ്റു 3 is equal to 4 into 3 is equal to 12. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫാക്ടറൈസേഷൻ മെത്തേഡിലുള്ള സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ എക്സിന്റെ വില എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സംഖ്യ എന്തായിരിക്കും? ഇപ്പൊ സംഖ്യ അംശബന്ധം എന്താണ്? 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 12. അപ്പം 12 3 36. അടുത്ത എക്സ് സംഖ്യ ഏതാണ്? 4 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 48. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ 2 സംഖ്യകളുടെ അംശബന്ധം 3 അംശബന്ധം 4 എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ സംഖ്യകൾ എന്ന് പറയുന്നതൊക്കെയാണ് 36ഉം 48ഉമാണ് അതിന്റെ യഥാർത്ഥ സംഖ്യ. അപ്പം 36 അംശബന്ധം 48. ഇതിനെ ചെറുതാക്കി വരുമ്പോൾ നമ്മൾ ഇവിടെ എത്തിച്ചേരും 3:4. അപ്പം നമുക്ക് സംഖ്യകൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത് പറയുന്നത് എന്താ? റെസിപ്രോക്കൽ, സംഖ്യകളുടെ റെസിപ്രോക്കൽ. അപ്പൊ സംഖ്യകളുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ സംഖ്യയുടെ വ്യുൽക്രമം. ഇപ്പൊ 36 എന്ന് പറയുന്ന സംഖ്യയുടെ വ്യുൽക്രമം എന്താണ്? 1/36. 48ന്റെ റെസിപ്രോക്കൽ എന്താണ്? 1/48. അവയുടെ തുക എന്ന് പറയുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഇതുപോലെ 1/a plus 1/b is equal to 1/a plus 1/b is equal to a into b plus upon b plus a. അപ്പോൾ 1/a plus 1/b is equal to ab upon b plus a അല്ലെങ്കിൽ a plus b. ഇവിടെ b plus a എന്ന് പറഞ്ഞാൽ മൈനസ് വരുമ്പോൾ നമ്മൾ
ഈ നമ്പർ ആയിരിക്കും നമ്മൾ ആദ്യം എഴുതുക. മൈനസ് ആണ് വരുന്നതെങ്കിൽ ഈ നമ്പർ ആയിരിക്കും നമ്മളിവിടെ എഴുതുക. അതുകൊണ്ട് അത് തിരികെ പോയിരിക്കാനാണ് ബി പ്ലസ് എഴുതുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് അവിടെ എന്താ കിട്ടുക? 36 × 48, 36 × 48, 48 പ്ലസ് 36. 8 6 14 1 4 7 8 ബൈ 36 കൊണ്ട് 48. സംഖ്യയുടെ ഗുണനഫലം നമ്മൾ പഠിച്ചു എത്രയാണ്? 1728. അപ്പൊ ഇവിടെ നമ്മൾ അത് എഴുതണമെന്നില്ല, നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. 36 × 48 എന്ന് എഴുതാം. ഇത് നമുക്ക് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കാം. 84 divided by 36 × 48. നമുക്ക് 2 കൊണ്ട് കേട്ടാം. 1 2 2 16, 8 2 16, 4 2 8, 2 2 4. വീണ്ടും നമുക്ക് 2 കൊണ്ട് കേട്ടാം. 2 2 4, 4 2 8, 2 2 4, 1 2 2. വീണ്ടും നമുക്ക് ഇവിടെ 21 18. അപ്പോൾ 3 കൊണ്ട് കേട്ടാം. 6 3 18, 7 3 21. അതിന്റെ ആൻസർ ഇവിടെ കിട്ടുന്നത് നമുക്ക് 7/6 × 24. That is equal to 7/64. അപ്പോൾ വെട്ടി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് 7/6 × 24 എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്കൊന്ന് എഴുതാം. 24 × 6, അതായത് 6 × 24 6 4 24, 2 6 2 12 14. ഇതാണ് ആൻസർ. തുക 7/144. അപ്പം സംഖ്യയുടെ വ്യുൽക്രമത്തിന്റെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുന്നു. താങ്ക് യു.